സംവിധായകൻ രവീന്ദ്ര ജെയിനും ONV കുറുപ്പും ഒന്നിക്കുന്നു. ഡോക്ടർ ബിജുവിന്റെ ആകാശത്തിന്റെ നിറം എന്ന ചിത്രത്തിലാണ് രവീന്ദ്ര ജെയിൻ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങളുടെ കമ്പോസിംഗ് കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്നു. ONV കുറുപ്പിന്റെ മലയാള തനിമയാർന്ന വരികൾക്ക് രവീന്ദ്ര ജെയിന്റെ സംഗീത സംവിധാനം, യേശുദാസിന്റെ ശബ്ദമാധുര്യം, 3 ഇതിഹാസങ്ങളുടെ കൂടിച്ചേരലാണ് ആകാശത്തിന്റെ നിറം എന്ന സിനിമയിലെ ഗാനങ്ങൾ. രവീന്ദ്ര ജെയിനൊപ്പം ഗാനങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദം ONV കുറുപ്പ് പങ്കുവച്ചു. ആദ്യമായിട്ടാണ് ഞാൻ രവീന്ദ്ര ജെയിൻ്റെ സംഗീതത്തിന് പാട്ടെഴുതുന്നത്. സംഗീതത്തിന് എഴുതുകയല്ല, പാട്ടിനല്ല സംഗീതം ചെയ്യണം. അടിവരായിട്ട് ഞാൻ പറയുന്നു. പലരും ധരിച്ചിട്ടുണ്ട് വടക്കേ ഇന്ത്യയിൽ വന്നാൽ പിന്നെ ട്യൂൺ എഴുതുക അല്ല. അതിപ്പോൾ കേരളത്തിലാണ്. ഇവിടെ ഈ മലയാളം അറിയാത്ത രവീന്ദ്ര ജെയിൻ മലയാളത്തിൽ എഴുതിയ കവിത ചൊല്ലിക്കേട്ട് അതിന് സംഗീതം കൊടുക്കുന്നതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു രസകരമായ ഒരു വസ്തുത. ഡോക്ടർ KG യേശുദാസിനൊപ്പം ഹിന്ദിയിൽ നിരവധി ഹിറ്റുകൾ ഒരുക്കിയ ആളാണ് രവീന്ദ്ര ജെയിൻ. സുജാത, സുഖം സുഖകരം എന്നീ ചിത്രങ്ങൾ ഒരുക്കിയ രവീന്ദ്ര ജെയിന്റെ വാക്കുകളിൽ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ തിരിച്ചെത്തുന്നതിന്റെ സന്തോഷം നിറഞ്ഞു നിന്നു. I consider myself very lucky to be here with such a senior lyricist. I'm taking his blessing, and he has written a wonderful song, very beautiful, very lyric. The song is itself musical. Words are very, very musical, very melodious, and I will try to justice. ONV കുറുപ്പിനും രവീന്ദ്ര ജെയിനും ആശംസകൾ അർപ്പിക്കാൻ മുൻമന്ത്രി MA ബേബിയും മുംബൈയിലെ കമ്പോസിംഗ് സ്റ്റുഡിയോയിൽ എത്തിയിരുന്നു. ജന്മനായുള്ള അന്ധതയെ തോൽപ്പിച്ച് വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ഗാനങ്ങളൊരുക്കി വിസ്മയം തീർത്ത രവീന്ദ്ര ജെയിനെ വീണ്ടും മലയാളത്തിലെത്തിക്കുന്നത് സംവിധായകൻ ഡോക്ടർ ബിജു ആണ്. തന്റെ പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള നിറമുള്ള പ്രതീക്ഷകൾ ഡോക്ടർ ബിജു പങ്കുവച്ചു. പുതിയ ചിത്രം ആകാശത്തിൻ്റെ നിറം അത് ജീവിതത്തിൻ്റെ നിറം തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് സിനിമയും. ആകാശത്തിൻ്റെ നിറം എന്താണ് എന്ന് നമ്മൾ തേടുന്നത് പോലെ തന്നെ ജീവിതത്തിൻ്റെ നിറം എന്താണ് എന്ന് തേടുകയാണ് ഈ സിനിമയിൽ. ജീവിതത്തിന് പല നിറങ്ങളുണ്ട്. അപ്പോൾ ആ നിറങ്ങളുടെയൊക്കെ ഒരവസ്ഥ ജീവിതത്തിലെ ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നടക്കുന്ന ചില ആളുകൾ, ജീവിക്കുന്ന ചില ആളുകൾ, അവരുടെ ഇടയിലുണ്ടാകുന്ന സ്ട്രഗിൾസ്, ഇതൊക്കെ ചേർന്നൊരു പ്രകൃതിയും മനുഷ്യനുമായിട്ട് എത്രമാത്രം ഇഴചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ആകാശത്തിൻ്റെ നിറം. എനിക്കൊന്നും എൻ്റെ 3 സിനിമകളിൽ നിന്നും ഒരു വളരെ ഡിഫറൻ്റായി ചിന്തിക്കുന്ന മറ്റൊരു സിനിമയാണ്. ഒരു പക്ഷേ 3 സിനിമകളും കണ്ടിട്ടുള്ള ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു പാറ്റേണിലുള്ള ഒരു സിനിമയല്ല ഇത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു മേക്കിങ്, അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഇൻ്റർനാഷണൽ സിനിമ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ജോലികളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആകാശത്തിന്റെ നിറം ജനുവരിയിൽ തിയേറ്ററുകളിലെത്തും. 1, 2, 3, 4. കടലിൻ നീലത്താളിൽ നിശയൊരു കവിത കുറിക്കുന്നു, കവിത കുറിക്കുന്നു. നക്ഷത്രങ്ങളുടർത്തിയെടുത്തവ അക്ഷരമാക്കുന്നു, അക്ഷരമാക്കുന്നു. പ്രകൃതി മനോഹരി, പ്രകൃതി മനോഹരി നിൻ പ്രണയാതുരമാം ഗീതമിതാർക്കായി പറയൂ, 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 പറയൂ നീ, പറയൂ, 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 പറയൂ നീ. ക്യാമറാമാൻ മിൽട്ടനൊപ്പം ജസ്റ്റിന തോമസ്, ഇന്ത്യ വിഷൻ, മുംബൈ. പറയൂ, പറയൂ നീ.